السلام عليكم ورحمة الله وبركاته. الحمد لله الذي أوضح لنا سبل الهداية والذي أبعد عن بصائرنا طرق الغوايا. أصلي وأسلم على من أرسله بالهدى ودين الحق ليظهره على الدين كله لو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فسبح باسم ربك العظيم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സദാ ആഴ്ചകളിൽ ഓരോരോ സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ഇത് ഓർമ്മപ്പെടുത്തപ്പെടാറുണ്ട്. പക്ഷേ ആ ഓർമ്മപ്പെടുത്തലുകൾ പലപ്പോഴും നിലനിൽക്കുന്നില്ല, വീണ്ടും വീണ്ടും പുതുക്കപ്പെടുകയാണത്. എന്നാലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് ആ ചിന്തയെ അകറ്റാൻ പിശാച് വളരെ ബദ്ധശ്രദ്ധനാണ് എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവുകയും അതിനനുസരിച്ചുള്ള ജാഗരൂകത നമ്മിൽ ഉണ്ടാവുകയും ചെയ്യണം. നമ്മൾ എത്ര ജാഗരൂകരാണോ അത്രയും പിശാച് പരാജയപ്പെടും. നമ്മുടെ ഇന്നത്തെ മനസ്സിലാക്കാനുള്ള വിഷയം, നാം അറിഞ്ഞില്ല ആ മഹാനെ എന്നാണ്. ഇതിൽ പിടിച്ച് വിഷയത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുക എന്നതിനെക്കുറിച്ച് തിരക്കിനിടയിൽ ഒരു വിഷയമായി ഒരു പേര് പറയണമല്ലോ, ഒരു ടൈറ്റിൽ വേണമല്ലോ എന്ന നിലക്ക് മാത്രമാണത് അങ്ങനെ ഒരു വിഷയത്തിന്റെ പേര് വന്നത്. ആ മഹാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് മനസ്സിലേക്ക് ആദ്യമായി കയറി വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ വേറെ വല്ല ചരിത്ര പുരുഷന്മാരായിരിക്കുമോ? സഹാബികളായിരിക്കുമോ? താബികൾ ആരെങ്കിലും ആയിരിക്കുമോ? അല്ല, അവരാരുമല്ല. ആ മഹാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്ന പോലെ റബ്ബാണ്, അല്ലാഹുവാണ് മഹാൻ. മഹാൻ എന്ന് പറയുമ്പം അത് സ്വന്തം ഭാഷാ പ്രയോഗമല്ല. ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ ഹാഖയുടെ അവസാനം ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. പ്രവാചകനോടാണ് ഖുർആനെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്, ഇതൊരു കവിയുടെ വാക്കല്ല, ഒരു സാഹിറിന്റെ വാക്കല്ല, ഇത് യഖീനായ വാക്കാണ്, ഉറപ്പാണ്, റബ്ബിൽ നിന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആ മാർഗദർശനം സമൂഹത്തിന് എക്കാലത്തും മുറുകെ പിടിച്ചാൽ സമൂഹം ഒരിക്കലും വഴികേടിലേക്ക് പോകാത്ത, നശിച്ചു പോകാത്ത ദിവ്യബോധനങ്ങളാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നീ സ്മരിക്കുക എന്നാണ് ആയത്ത് നമ്മോട്, റസൂലുള്ളയോട്, ഒപ്പം ഖുർആന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത്. ആയത്തിന്റെ അവസാനത്തിൽ വിശേഷിപ്പിച്ചതാണ് അള്ളാഹുവിനെ മഹാൻ. ആ മഹാൻ അലീം നമുക്കറിയാം, മഹത്തായത്, അതുമ മഹത്തായി, അലുമത്ത് മഹത്വം, അലീം മഹത്തായവൻ എന്നൊക്കെയാണ് മഹാൻ. മഹാനായ അല്ലാഹുവിന്റെ നാമത്തെ നീ സ്മരിക്കണം. ഈ ഒരു കൽപ്പനയാണ് സത്യത്തിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നതിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആ സുബ്ഹാനല്ലാഹ്, നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്
എത്രമാത്രം അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന്റെ ആലസ്യം, അതിന്റെ സ്പീഡ്, ആ വേ ഓഫ് പ്രസന്റേഷൻ, ഇതൊക്കെ എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ ആ മഹത്വത്തിൽ കാണുന്നു എന്നതിന് പലപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുന്ന ചില രീതികളുണ്ട്. തസ്ബീഹിനെ കുറിച്ചൊക്കെ നമ്മള്, അല്ലെങ്കിൽ തഹ്മീദിനെ കുറിച്ച്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ, ഒരു പരിചിന്തനം നടത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ മഹാൻ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. നമ്മിൽ എത്ര പേർ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് കൃത്യമായി ആലോചിക്കുന്നുണ്ട്? അള്ളാഹുവിന് ഒരുപാട്, അള്ളാഹുവിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് നാമവിശേഷണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിന്റെ പേര് കൂടാതെ, അല്ലെ? അള്ളാഹ്ക്ക് കുറെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന നമ്മൾ പറയാറുണ്ട്. അസ്മാഉൽ ഹുസ്നയാണിത്. ഗഫൂർ, റഹീം, ഖാദിർ, മുരീദ്, ആലിം, ബസീർ, സമീർ, ഇങ്ങനെ പറഞ്ഞ് എത്ര ഉണ്ടാവും? എത്ര ഉണ്ട്? കുറെ ഉണ്ടല്ലേ? ഓക്കെ, നമ്പർ എത്രയോ ആവട്ടെ, കുറെ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരുകളായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ നാമങ്ങളിലൊക്കെയും അതിമഹത്വമുണ്ട്. ഒരുപക്ഷെ നമ്മൾ പരിശോധിച്ചാൽ, കേൾക്കുമ്പോ ആ പദങ്ങളൊക്കെ, ആ നാമങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ചില പേരുകള് നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലൂടെ നമ്മൾ കേൾക്കുന്ന പദങ്ങളായിരിക്കും. സമീർ, കേൾക്കുന്നവൻ, അല്ലെ? ആളുകൾക്ക് നമ്മൾ പേരിടാറുണ്ട്. അബ്ദുസ് സമീർ, അവൻ പറഞ്ഞു കേട്ടാലും ശരി, വിളിച്ചാൽ കേട്ടാലും കേട്ടില്ലെങ്കിലും അവന്റെ പേര് സമീർ. നമ്മൾ ചിലപ്പോൾ സമീർ എന്ന് പറയും, ചില ആളുകൾ അബ്ദുസ് സമീർ എന്ന് പറയും. ഇത് കൂട്ടിയിട്ട് വിളിക്കണമെന്നാണല്ലോ. അതുപോലെ നമ്മളെ പറയുന്ന ഖാദിർ, നമ്മളതിനെ ഖാദിറാക്കി, അല്ലെ? ഖാദിറാക്കി. ഖാദിർ എന്നത് അൽ ഖാദിറാണ്. അള്ളാഹുവിന്റെ ആ വിശേഷണത്തിലുള്ള ഖാദിർ, ഖുദ്റത്ത്, അല്ലെ? ഖുദ്റത്തുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്, എല്ലാ കാര്യത്തിനും കഴിയുന്നവനാണ്. എന്തും അവന് സാധിക്കും. അവന്റെ സാധ്യതയിൽപ്പെടാതെ ഈ ലോകത്ത് ഒന്നും തന്നെയില്ല, അവന് സാധിക്കാത്തതായി ഒന്നുമില്ല. പക്ഷേ മറ്റ് നമ്മൾ ആളുകൾക്ക് ഇടുമ്പോൾ ഈ അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ ഖാദർ, ആ ഖാദറിനെ എല്ലാം സാധിക്കുന്നുണ്ടോ? ഇല്ല. അയാളുടെ സ്വന്തം കാര്യം പോലും ചിലപ്പോൾ വേറെ ആരെങ്കിലും നിർവഹിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെ? നമ്മൾ പറയാറുണ്ട് ബഷീർ അല്ല ബസീർ, കാണുന്നവനാണ്. കണ്ണില്ലാത്തവനെ കുറിച്ച് ചിലപ്പം പേര് ബസീർ ആയിരിക്കും. കാഴ്ച നഷ്ടപ്പെട്ടവൻ, കുറെ കഴിഞ്ഞ് വൃദ്ധനായി കാഴ്ച നഷ്ടപ്പെട്ടപ്പോ 40 കഴിഞ്ഞ് തീവ്രം വന്ന് അങ്ങനെ കഷ്ടപ്പെട്ടവന് പേര് ബസീർ ആയിരിക്കും. പേര് ചെറുപ്പത്തിൽ ഇട്ട് പോയത് കൊണ്ടാണ്. പക്ഷെ അയാൾ എത്രമാത്രം ബസീറാണ്, ഉൾക്കാഴ്ചയോടുകൂടി കാണുന്നവനാണ്, അല്ലെങ്കിൽ അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. ആലിം, നമ്മുടെ ആളുകളെ പറ്റി പറയാൻ അയാൾ ആലിമാണ്, നല്ലൊരു ആലിമാണെന്ന് പറയും, അല്ലേ? എത്രമാത്രം ഇൽമ അയാൾക്കുണ്ടാവും? കുറഞ്ഞ ഇൽമയുണ്ടോ? ചിലപ്പോൾ നമ്മളൊരു ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? പക്ഷെ അയാൾ ആലിമ് എന്നായിരിക്കും നമ്മുടെ സമൂഹത്തിൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അല്ലാഹു ആലിം ബികുല്ലി ഷൈ, എല്ലാത്തിനെയും അറിയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. എല്ലാ നോളജും ഉണ്ട്, എന്ത് സയൻസും ഉണ്ട്, എല്ലാ നാമങ്ങളും ഉണ്ട്. നമ്മൾ പഠിച്ചെടുത്തത്, നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്, നമ്മൾ അറിഞ്ഞ ഭാഷ, നാമങ്ങൾ, പ്രയോഗങ്ങൾ, എന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ, ലോകത്തെ ഏത് ആളുകൾ ഏത് ഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ, പക്ഷികൾ, ജീവജാലങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ, അതെല്ലാം അറിയുന്ന ഒരേ ഒരു ശക്തി, അതായത് അല്ലാഹു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെയും നാമവിശേഷണങ്ങളെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ എത്ര അശക്തരാണ്. അത് ഉൾക്കൊള്ളുന്ന ആ വിശേഷണം അനുസരിച്ച് അവൻ ചെയ്തു വെച്ച അനുഗ്രഹങ്ങളെ നാം അനുഭവിച്ചു പോകുമ്പോൾ, നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ എത്രമാത്രം അശക്തരും
നന്ദികേട് കാണിക്കുന്നവരുമാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചാൽ ബോധ്യമാകും. അതുകൊണ്ടാണ് ആ മഹാനെ നാം മനസ്സിലാക്കിയില്ല എന്ന് പറയും. അറിഞ്ഞില്ല, ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പക്ഷേ അറിയേണ്ട രൂപത്തില്, മനസ്സിലാക്കേണ്ട രൂപത്തില് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അപ്പൊ അതിനുള്ളൊരു ഉണർത്തലാണ് ഓർമ്മപ്പെടുത്ത്, പറഞ്ഞു കൊടുക്ക്, അറിയുന്നതാണെങ്കിലും വീണ്ടും പറഞ്ഞു കൊടുക്ക്. അപ്പോൾ ഒരു വേള ഓർമ്മ വരും. അങ്ങനെ ആ ഓർമ്മയിൽ നീങ്ങുമ്പോ, ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ പിശാച് അവനെ ഇതിനൊക്കെ വിസ്മരിച്ച് നീങ്ങുന്നതിൽ നിന്ന് ഓരോ വിശ്വാസിയെയും തിരിക്കും, വിശ്വാസത്തിലേക്ക് തിരിച്ചുവിടും. അപ്പൊ അതിന് അള്ളാഹിനെ കുറിച്ച് നമ്മളൊന്ന് പരിചിന്തനം നടത്തി നോക്കൂ. അള്ളാഹിന്റെ മറ്റൊരു പേരാണ് ഖാലിഖ്. നമ്മൾ അബ്ദുൽ ഖാലിഖ് എന്ന് ആളുകളെ വിളിക്കാറുണ്ട്, അല്ലെ? ഖാലിഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഭൂമിയിൽ എത്രമാത്രം ജീവജാലങ്ങൾ ഉണ്ടോ, ജീവില്ലാത്ത വസ്തുക്കളുണ്ടോ, അവയുടെ മുഴുവൻ ഖാലിഖാണ് അല്ലാഹു. അൽ ഖാലിഖാണ്. അതുണ്ടാക്കുമ്പോ അതിനെന്ത് വേണം? നമ്മളൊക്കെ ഇപ്പൊ ഒരു വസ്തു ഉണ്ടാക്കിയാല് അത് ചിലപ്പോ അതിന്റെ പൂർണ്ണ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ, ഏതെങ്കിലും ഒരു കമ്പനി ഒരു വസ്തു ഉണ്ടാക്കിയാല് അത് കൃത്യമായി ആ ഉദ്ദേശിച്ച പൂർണ്ണ രൂപത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖ് എന്ന നിലക്ക് സ്വയം വിശേഷിപ്പിച്ച് ആ ഖാലിഖാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു തരുമ്പം ഒരൽപ്പ പോലും ന്യൂനതയില്ലാത്ത രൂപത്തിലാണ് അവന്റെ ഖൽഖ് എന്ന സ്വഭാവം അവൻ നിർവഹിച്ചു പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനാവുന്നതിന് മുമ്പ് ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവൻ പരിചയപ്പെടുത്തി. അല്ലാഹ് ലമിക്കും ഷൈഅൻ മദ്കൂറ, പറയാൻ പോലും പറ്റാത്ത, വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അത്ര ചെറിയ ഒരു തുള്ളിയായിരുന്നു, അല്ലേ? നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്ന ഞാനും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര ആയുസ് കണക്കാക്കിയിട്ടുണ്ടോ ആ ആയുസ് വരെ എന്തൊക്കെ വേണമോ അതൊക്കെ കൃത്യമായി ആ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നീക്കി അവിടെ നിശ്ചയിച്ചു വെച്ചു. ആ ബീജവും അണ്ടവും സ്ത്രീയുടെ അണ്ടവുമായി ചേർന്ന് ഒരു കാലത്തേക്ക്, ഒരായുസിലേക്ക് വേണ്ട എന്തൊക്കെയോ ഓരോ ഘട്ടങ്ങളിലും വളർച്ചക്കനുസരിച്ച് അതിന് വേണ്ടതൊക്കെ നിശ്ചയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയോ കോംപ്ലിക്കേഷനുള്ള രോഗങ്ങൾ വരുന്നു. ഈ രോഗങ്ങളൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ച ആ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് തകരാറ് വരുമ്പോഴാണ് രോഗം വരുന്നത്, അല്ലേ? ഇപ്പൊ പുതുതായി വരുന്ന പലരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗം, മസിൽ, ഞരമ്പ് യഥാവിധി വർക്ക് ചെയ്യാതിരിക്കുക. കണ്ണ് നമ്മളൊക്കെ ചിമ്മുന്നുണ്ട്, അല്ലെ? ഇരിക്കുമ്പോൾ നമ്മളറിയാതെ കണ്ണ് ചുമ്മി പോകുന്നുണ്ട്. നമ്മുടെ കണ്ണ് നിശ്ചിത സമയം കൊണ്ട് ഇങ്ങനെ ചുമ്മും. ഇതൊരു അനുഗ്രഹമാണ്, അല്ലെ? ഉറങ്ങാൻ അത് വേണം. എന്നാൽ ചില ആളുകൾ, ഒരു പ്രത്യേകതരമായ രോഗം പിടിപെട്ട ആളുകൾ, അവർക്ക് അവരുടെ കണ്ണിനെ ചലിപ്പിക്കുന്ന മസില്, അതിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടപ്പോ കണ്ണ് അടയ്ക്കാൻ പറ്റാത്ത സ്വഭാവം. നമ്മൾ വല്ലതും കഴിച്ചാൽ, കുടിച്ചാൽ അത് അവിടെ ഇറങ്ങിപ്പോകും. എക്സെപ്റ്റ് ആർക്കെങ്കിലും രോഗമായിട്ട് അന്നനാളത്തിലേക്ക് കോയലിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരുമ്പോൾ, എല്ലാ സമയത്തൊക്കെ കുടിച്ചാൽ ഇറങ്ങിപ്പോകും. ഇതിങ്ങനെ താഴോട്ട് ഇറക്കിക്കൊണ്ടുപോകാൻ മസിലുകൾക്ക് അതിൻ്റെതായ പ്രവർത്തന ശൈലിയുണ്ട്. അത് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചു. നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചു. ഒരു മണിക്കൂർ 2 മണിക്കൂർ അത് പിടിച്ചു വെക്കേണ്ടി വന്നാലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തെല്ലാം പ്രയാസപ്പെടും. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം വേണ്ടിയിരുന്നു, സമാധാനം വേണ്ടിയിരുന്നു. മോളെ ഏത് ഡോക്ടറാണ് നമ്മൾക്ക് പോകാൻ പറ്റുക? ഏറ്റവും നല്ലൊരു ഡോക്ടറെ അടുത്ത് വേഗം എത്തിക്കണം, അല്ലേ? അതല്ലേ നമ്മൾ അങ്ങനെയൊക്കെ പ്രയാസം പറയാം. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം കാണുമ്പോൾ നമ്മൾ ആകെ നിസ്സഹായരായി നിൽക്കാറുണ്ട്, അല്ലേ? പറഞ്ഞത് കേൾക്കുന്നവനും കേൾക്കാത്തവനും ഒക്കെ ഈ സംവിധാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്തവരും മോനോട് ഇനി എന്റെ അടുത്തേക്ക് ഒരു കാര്യം ചോദിച്ചു വരരുത് എന്നല്ലേ വാപ്പ പറയുക. എന്നാൽ അല്ലാഹു റഹീമാണ്, റഹ്മാനാണ്, റഹീമാണ്. അല്ലാഹ് പറഞ്ഞത് കേൾക്കാത്തവനും എല്ലാവിധ തോന്നിവാസങ്ങളും അനുഷ്ഠിച്ച് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനും അല്ലാഹ്
ആവശ്യമായത്, അത്യാവശ്യമായത് ശ്വാസവും വെള്ളവും അതിന്റെ ജീവിത ശരീരഘടനക്ക് വേണ്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. നീ എന്നെ അനുസരിക്കാത്തവനാണെന്ന് വിചാരിച്ചത് മാറ്റി വെച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാം കൊടുത്തു. അപ്പോ ഇങ്ങനെ വളരെ മഹത്വമേറിയ ഒരു പൊസിഷനിലാണ് നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അവന് തുല്യമായ ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഉറപ്പാണ്. നമ്മളിതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. വേണ്ട രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളെ പിശാച് പലതിലേക്കും പ്രേരിപ്പിക്കുമ്പോ, പ്രചോദനം നൽകുമ്പോ നമ്മൾ ആലോചിക്കും, ഇത് ഞാൻ താങ്ക്ഫുൾ ആണോ, താങ്ക്ലെസ് ആണോ, നന്ദിയുള്ളവനാണോ, നന്ദി കെട്ടവനാണോ, ഷാക്കിറാണോ എന്ന് നമ്മൾ ചിന്തിക്കും ഒരു വേള, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, അള്ളാനെ അവര് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. മഹത്വം മനസ്സിലാക്കിയിട്ട് ആ മഹാനോട് പെരുമാറേണ്ട രൂപത്തിലുള്ള പെരുമാറ്റമല്ല മനുഷ്യന്മാരിൽ നിന്ന് കാണുന്നത് എന്നാണ് അള്ളാഹ് സൂചിപ്പിച്ചതിന്റെ ഹ്രസ്വരൂപം, അല്ലേ? അല്ലാതെ അള്ളാഹിനെ കണക്കാക്കുന്ന രൂപത്തിൽ നമ്മളെ മനസ്സിലുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ നമ്മളതിനെ ബഹുമാനം കാണിക്കായിട്ടോ വേറൊന്നുമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ മനുഷ്യന്മാരിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ അത് കാണുന്നില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതിന്റെ സാരം. മുഫസ്സിറുകൾ അതിനെ പറഞ്ഞത് മഅല്ലഹു ഹഖ്ഖ അൽമതിഹി. ഞാൻ ഈ പറഞ്ഞതിന്റെ അറബി ഭാഷയിൽ അവനെ എങ്ങനെ മഹത്വം കൊടുക്കണമോ, കൽപ്പിക്കണമോ ആ രൂപത്തിലുള്ള ഒരു മഹത്വം അവർ കാണിച്ചില്ല എന്നതാണ് എന്ന് മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആരായിരുന്നു? നമ്മളുടെ ഭൂമിയിലെ ഒന്നാമത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോഴുള്ള ഒന്നാമത്തെ മിനിറ്റ്, ഒന്നാമത്തെ സെക്കൻഡ്, ആദ്യത്തെ സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ചെറിയ ഒരു തുണിക്കഷ്ണത്തിൽ അല്ലെങ്കിൽ പഞ്ഞിയിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് കയ്യിൽ വെക്കാൻ പോലും കയ്യിലേക്ക് കൊള്ളില്ല, അത്രയും കയ്യിൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞ്, ചലിക്കുന്നുള്ള ഒരു കുഞ്ഞായി, അല്ലേ? നമ്മളെല്ലാവരും കുഞ്ഞിനെ കാണാത്തവരില്ല. കുഞ്ഞിനെ കാണാത്ത ആളുകൾ ആരും കൂട്ടത്തിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ എത്ര ആൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് വളർന്ന് വലുതായി ഓരോ ഘട്ടങ്ങളിലും അവൻ വെയിറ്റ് വന്നു, നീളം കൂടി, വയസ്സ് കൂടി, അവന്റെ മസിലുകൾ വലുതായി, അതിന്റെ ശരീരം അതിനനുസരിച്ച് വളർച്ച വന്നു, ചിന്താമണ്ഡലങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ അവൻ മുന്നോട്ട് പോയി. അവനാണ് നമ്മളൊക്കെ. ആ ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ക്രമീകരിക്കണം എല്ലാം ക്രമീകരിച്ചു, ഒന്നിനും കുറവ് വരുത്തിയില്ല. അള്ളാഹ് ചെയ്തു വെച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ അനുഗ്രഹങ്ങൾ, ആ മഹത്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളോടും വിരോധങ്ങളോടും നമ്മൾ എടുക്കുന്ന സമീപനങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പോൾ മനസ്സിലാകും നമുക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവനാണോ, നന്ദി കെട്ടവനാണോ എന്ന് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദാരിയാത്തിൽ 20-21 വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായി, വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ. ഭൂമിയിലുണ്ട് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്, സംശയവിശ്വാസികൾക്കല്ലോ. അള്ളാഹുവില്, അന്ത്യദിനത്തില്, മരിച്ചു പോയതിനു ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും അവിടെ ഒരു വിചാരണയുണ്ടെന്നും, അള്ളാഹുവിനെ ഞാൻ ഇപ്പോൾ കണ്ടുമുട്ടാത്ത, കാണാത്ത റബ്ബിനെ ഞാൻ കാണുമെന്നും കൃത്യമായി വിശ്വസിക്കുന്ന ഉറച്ച ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ അവരുടെ ചുറ്റിലുമായി ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇല്ലേ? അള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ചുറ്റും പർവ്വതമുണ്ട്, കുറച്ച് പടിഞ്ഞാറോട്ട് പോയാൽ കോഴിക്കോട് കടലുണ്ട്, വിശാലമായി കിടക്കുന്ന കടല്. ഭൂമി എന്നാലോചിച്ച് നോക്ക്, മറ്റെല്ലാവരും ഭൂമിയെ അവൻ അങ്ങ് വിശാലമാക്കി.
ആകാശത്തെ കുറിച്ച് സൂചിപ്പിച്ചെടുത്ത് പറഞ്ഞത് അവൻ ആകാശത്തെ ഒരു ഇത്രയും വലിയ ഒരു മേൽക്കുരയെ, ഉപരിലോകത്തെ, ആകാശം എന്ന് പറഞ്ഞാലും ശരി, മേലെയുള്ള ഉപരിലോകത്തുള്ള എല്ലാ വസ്തുക്കളും കൂട്ടിയാലും ശരി, സമാവാച്ച്, അതിന് ഇങ്ങനെയൊക്കെ നിർത്തണമെങ്കിൽ ഒരു തൂണ് വേണമായിരുന്നു, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു തൂണ്, നോക്കിയാൽ കാണുന്ന ഒരു തൂണ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ ചോദിക്കുക. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു തകരാറ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് പിന്നെ വേറെ സ്ഥലത്ത് ചോദിക്കുക. സ്വർഗ്ഗത്തിൽ ഇങ്ങനെ കൃത്യമായി ഒരു തകരാറുമില്ലാതെ ഭൂമി, ആകാശം, മറ്റു വസ്തുക്കൾ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. വല്ലാത്തൊരു അത്ഭുതമാണ്. സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരേ മണ്ണിൽ ഒരേ വെള്ളം നനച്ചുകൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളിൽ മുഖ്തലിഫൻ അൽവാൻ, വ്യത്യസ്തമായ കളറുള്ളത്, അതുപോലെ തന്നെ വ്യത്യസ്തമായ രുചിയുള്ള പഴങ്ങൾ. മാങ്ങ നമ്മളെടുത്ത് നോക്കി എന്തെല്ലാം ടേസ്റ്റാ, ഒരേ മാവിന്റെ തന്നെ വ്യത്യസ്തമായ ടേസ്റ്റ്, അല്ലെ? ചക്ക, ഖുർആൻ എടുത്തു പറഞ്ഞതിൽപ്പെട്ട ഐനബും തമ്രും ഒക്കെ വ്യത്യസ്തങ്ങളായ രുചിയുള്ള, ഒരേ മണ്ണിൽ ഒരേ വെള്ളം നനച്ചുണ്ടാകുന്ന വസ്തുക്കൾ. ഇതെല്ലാം ആര് ചെയ്തു? റബ്ബ് ചെയ്തു, അല്ലേ? ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ അവനെ ആരാധിക്കണം. ഈ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പിന്നെ പറഞ്ഞത്, ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മളിലേക്കാ പിന്നെ സൂചന, നിങ്ങളിൽ തന്നെ ഇല്ലേ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ? എടുത്തു നോക്ക്, എല്ലാം എടുത്തു നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞ കണ്ണ് ചുമ്മുന്നത് മുതൽ കണ്ണിന്റെ പൊസിഷൻ, മൂക്കിന്റെ പൊസിഷൻ, വായ, ചെവി, കൈ, കണ്ണെങ്ങാനും കൈയിന്റെ അറ്റത്തായി പോയി നിങ്ങൾ ആലോചിച്ചു. വിരലിന്റെ അറ്റത്തായിരുന്നു കണ്ണെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? കണ്ണ് പൊട്ടിപ്പോയെ, കണ്ണിന്റെ ഉപയോഗമില്ലാതായി പോകാൻ എപ്പോഴും ഉപദ്രവമായിരുന്നു. പക്ഷേ ഏറ്റവും നന്നായി പ്രൊട്ടക്ട് ചെയ്യാവുന്ന തരത്തിൽ ആ കണ്ണിനെ വളരെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹ് അവിടെ വെച്ച് തന്നിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ കാഴ്ചയുടെ അപാരത നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞത്, ആ കണ്ണിനെ നീ അനുവദനീയതിലേക്ക് ഉപയോഗിക്കാവൂ, അനനുവദനീയമായതിലേക്ക് ആ കണ്ണിനെ നീ ഉപയോഗിക്കരുത്. അങ്ങനെ പോയാൽ നീ കേട്ടവനാവും. അവിടെയാണ് നാം മഹാനെ അറിയുക എന്നതിന്റെ ആവശ്യകത. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അല്ല വിലക്കിയതിലേക്കാണ് നോക്കുന്നത് എങ്കിൽ അത് കാണുമ്പോ ഞാൻ പലവട്ടം ആലോചിക്കണം, റബ്ബേ നീ ചെയ്തു തന്ന അനുഗ്രഹം നാളെ ഇത് നഷ്ടപ്പെട്ടാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നീ തന്ന ഈ അനുഗ്രഹത്തെ ഞാൻ നല്ലതിലെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഓരോ വസ്തുവും കാണുമ്പോൾ, കാണേണ്ടി വരുമ്പോൾ, നോക്കേണ്ടി വരുമ്പോൾ ഹലാലോ ഹറാമോ, പറ്റുന്നതോ പറ്റാത്തതോ എന്ന് നോക്കി ചിന്തിച്ചിട്ടേ നാം ചെയ്യാവൂ. നിങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തം നൽകുന്നത് ഖുർആൻ സൂചിപ്പിച്ചു. ഇവിടെ ബലഹീനമെങ്കിലും ദഈഫിന്റെ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ മുഹദ്ദിസുകൾ, ഹദീസ് ശാസ്ത്രജ്ഞർ ബലഹീനമായ ഹദീസുകളുടെ കൂട്ടത്തിൽ എണ്ണിയതാണെങ്കിലും ഒരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ ആയത്തിനോട് യോജിക്കുന്നതുകൊണ്ട് ഹദീസിനെ ദഈഫാക്കിയെങ്കിലും, മുഹദ്ദിസുകൾ ദഈഫാക്കി കണക്കാക്കിയെങ്കിലും സന്ദർഭമായി സൂചിപ്പിക്കട്ടെ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു വകല്ല ലിസാനുഹു. ആരെങ്കിലും തന്നെ പറ്റി മനസ്സിലാക്കുകയാണ് എങ്കിൽ, സ്വന്തത്തെ കുറിച്ച് ഒരു ധാരണ ഒരാൾക്കുണ്ടെങ്കിൽ, അവനത് ചിന്തിക്കുകയാണെങ്കിൽ അവൻ അവന്റെ റബ്ബിനെ തീർച്ചയായും അറിയും. ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണെന്ന്, ഞാൻ എന്റെ ശരീരത്തെ കുറിച്ച്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസം വരുമ്പോഴാണ് നമുക്ക് എന്റെ മറ്റ് ഉണ്ടായിരുന്ന അവയവങ്ങളുടെ ഗുണങ്ങൾ മനസ്സിലാവുക. നമ്മൾ പറയാറില്ല, കണ്ണ് പോയാൽ അറിയാം കണ്ണിന്റെ കാഴ്ച. അതേപോലെ ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ, തടയപ്പെടുമ്പോൾ, വീക്കാവുമ്പോഴാണ് ആ അവയവങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ നിലക്ക് ഒന്നും പ്രയാസമില്ലാത്ത രീതിയിൽ എന്നെ സൃഷ്ടിച്ച റബ്ബ്, ഞാൻ വൈകല്യമുള്ളവനെ കാണണം, ചിന്തിക്കണം. വൈകല്യമുള്ളവൻ ഇങ്ങനെ പോകുമ്പം ഞാൻ വലിയ ഗമയിൽ ഇങ്ങനെ പോകുന്നതിന് പകരം റബ്ബേ ഒരു ചെറിയ ചിന്തയിൽ, റബ്ബേ നീ എന്നെ ഇത്രയും ഭംഗിയിൽ സൃഷ്ടിച്ചല്ലോ. പ്രകൃതി വസ്തുക്കളെ ഓരോന്നിനും കാണുമ്പം വിശ്വാസി അങ്ങനെയാ പറയാ, സുബ്ഹാനക് മാ ഖലഖ്ത ഹാദാ
ബാധില. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാ, നീ ഇത് വെറുതെ അല്ലല്ലോ സൃഷ്ടിച്ചത് എന്ന് നമ്മളിൽ തന്നെ ഉണ്ട് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഇടയും പോകണ്ട. ഇടക്കിടക്കൊക്കെ ഒന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹ് നമുക്ക് തന്ന ശ്വാസം, നമ്മുടെ അന്നനാളം, നമ്മുടെ കിഡ്നി, നമ്മുടെ ഓരോ അവയവങ്ങളും, കണ്ണ്, ചെവി, എല്ലാ വസ്തുക്കളെ കുറിച്ചും എല്ലാ അവയവങ്ങളെ കുറിച്ചും ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ബോധ്യം വരും. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ജീവിതത്തിലെ ഓരോ അനക്കവും നീക്കവും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഇനി അള്ളാഹ് നമ്മളോട് പല ആയത്തുകളിലായിട്ട് ആ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പറഞ്ഞല്ലോ. അള്ളാഹ് ഒന്നാമതായി അള്ളാഹിനെ ആരാധിക്കണമെന്ന് പറയുന്നുണ്ട്. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ആലോചിച്ച് നോക്ക്, പലപ്പോഴും നമ്മൾ അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ പലരും നന്ദികേട് കാണിക്കുന്നുണ്ട്. ചിലതിനെയൊക്കെ നമ്മൾ വലിയ നന്ദികേടാണ് നമ്മൾ തിരിച്ചറിയും. ഉദാഹരണത്തിന്, ഒരാള് നടന്നു പോയി, ഹജ്ജിന് പോയി, നടന്നിട്ടില്ലേ, അയാൾ ഇങ്ങനെ നടന്ന് പോകുന്നതിനനുസരിച്ച് എന്തിനാ അയാൾ നടന്നു പോയി അറിയില്ല. ഹജ്ജ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ പോകേണ്ടതില്ല, അള്ളാഹുവിട്ട് കൽപ്പിച്ചിട്ടില്ല, പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ പോയി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടത് അള്ളാഹ്ക്ക് നന്ദി ചെയ്യാനല്ല അയാൾ പോയതെന്നാണ്, നന്ദികേടായിട്ടാണ് അയാൾ തീരുന്നത് അല്ലേ. അള്ളാഹ് എന്താ പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ ഖാലിഖ്, ആ നിലക്ക് നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് അല്ലേ. ഹജ്ജിന് പോകുന്നത്, ഹജ്ജിന്റെ സന്ദേശം എന്താ? തൗഹീദാണ് അല്ലേ. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹ്ക്ക് മാത്രമേ എന്റെ ആരാധനകൾ, എന്റെ ദുആ, എന്റെ പ്രാർത്ഥനകൾ, അർച്ചനകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹജ്ജിനോടുള്ള വിളംബരം, ഹജ്ജിനോടനുബന്ധിച്ചുള്ള വിളംബരത്തിന്റെ സ്ഫുരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ പറഞ്ഞേ, ഖുർആൻ പരിശോധിച്ചു നോക്കിയാലോ മറ്റു മുമ്പുള്ള ഏതെങ്കിലും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളോ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ വിട്ട് മറ്റൊന്നിലേക്ക് ആരാധന അർപ്പിക്കുന്നതിലേക്ക്, ഹജ്ജ്, കഅബ ആയി ബന്ധപ്പെട്ട ഒരു ആരാധനയും ഉണ്ടാവില്ല. അത് മാറ്റി തിരുത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കി, എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഏകദൈവ ആരാധനയുടെ ഗേഹമായിട്ട് അതവിടെ സംരക്ഷിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദഅവത്തിനെ മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ബിംബാരാധനയുടെ കാലഘട്ടമായപ്പോൾ അതിനെ തുടച്ചു മാറ്റിയിട്ട് ഇബ്രാഹിം നബിയുടെ അന്നത്തെ അതേ പ്രബോധനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്ഥാപിച്ചു വെച്ചത് മാറ്റി. കൃത്യമായി എല്ലാ വസനീയത്തും ബിംബാരാധനയുടെ അടയാളങ്ങളൊക്കെ മാറ്റി, കബറുകൾ വരുന്നതിനെയൊക്കെ പൊട്ടിപ്പെരുത്താക്കി. കബറൻ ഇല്ലാത്ത മസ്തവും, എല്ലാ കബറും ഉയർന്നതിനൊക്കെ ലെവലാക്കണം. മഹാന്മാരുടെ കുറെ കബറുകൾ ഉണ്ടായിരുന്നില്ല ചുറ്റുപാട് എന്നത്. ഈ വ്യക്തി കഅബയിലേക്ക് പോവാ, അള്ളഹാനോട്, അള്ളാഹ്ക്കുള്ള ആരാധന ചെയ്യാൻ. എവിടെ പോയിട്ട്? അജ്മീറിൽ പോയിട്ട്. സുബ്ഹാനല്ലാഹ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അതുപോലെ തന്നെ അള്ളാഹുവിനെ, ആ മഹാനെ, മഹത്വത്തെ കുറിച്ച് അറിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, വിരോധിച്ച കാര്യങ്ങളിലേക്കൂടെയാണ് അദ്ദേഹം, അള്ളാഹു കൽപ്പിച്ചൊരു കാര്യത്തിലേക്ക് പോകുന്നത്. സ്വീകാര്യമല്ല അദ്ദേഹം തൗബ ചെയ്യാത്ത പക്ഷം. അവിടേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്, അദ്ദേഹത്തിന് എവിടെ നിന്നാണോ ഇത്തരം അധ്യാപനങ്ങൾ, ജ്ഞാനങ്ങൾ, നിർദ്ദേശങ്ങൾ കിട്ടുന്നത്, ദീൻ മനസ്സിലാക്കുന്നത്, അവർക്കൊക്കെയും അതിന്റെ ഒരു അച്ഛ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ബഹുദൈവ ആരാധനയിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു മൂർത്തി ഭാവമാണ് നമ്മൾ ഈ അടുത്ത് കണ്ട ഈ ഒരു സംഭവം ആരാധനയുടെ കാര്യത്തിൽ. ഇനി കൽപ്പനകളും വിരോധങ്ങളും എടുത്തു നോക്ക്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, തൗഹീദിൽ തന്നെയാണ് എന്നോ. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിന്റെ മഹത്വം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനത് നൽകാത്തത് കൊണ്ട്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഖദറനുസരിച്ചുള്ള, കണക്കനുസരിച്ചുകൊണ്ടുള്ള ആ മഹത്വം അള്ളാഹുവിന് കൽപ്പിക്കാത്തത് കൊണ്ട് നമ്മളിലും വീഴ്ചകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിൽ സൂചിപ്പിച്ചില്ലേ, വഹുവല്ലാഹു ഫിസ് സമാവാതി വഫിൽ അർദ് യഅലമു സിർറകും വജഹറകും വയഅലമു മാ തക്സിബൂൻ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് ഒരാൾ, ഒരു സത്യവിശ്വാസി മൂർത്തിനാണ് എങ്കിൽ, ദൃഢവിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ,
ഈ ആയത്ത് അയാളുടെ മനസ്സിലേക്ക്, തലയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പറ്റാത്ത, അരുതാത്ത ഒന്നിന്റെയും ഉടമയായ മാറുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, വഹുവല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ്, വഹുവല്ലാഹു ഫിസ്സമാവാതി, അല്ലാഹു ആകാശത്തിലുള്ള മേലെയുള്ളവനാണ്. അല്ലാഹ് എവിടെയാ? അല്ലാഹ് എവിടെയാ? പലപ്പോഴും നമ്മൾ പലരോടും ചോദിച്ചാൽ അല്ലാഹ് എവിടെയാന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരോട് പലരോടും ചോദിച്ചാൽ പറയുന്നത് അല്ലാഹ് എല്ലായിടത്തിലും ഉണ്ട്. അല്ലാഹ് സർവ്വവ്യാപിയാണ്. അല്ല, ഖുർആൻ പഠിപ്പിച്ചു തന്ന അല്ലാഹ് ഉയരത്തിലാണ്. സുമസ്തവ അലൽ അർശ്, ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു ഉപരിലോകത്താണ് അല്ലാഹ് ഉള്ളത്. എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതോ, തൂണിൽ ദുർബിൽ എല്ലായിടത്തും ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇന്ത്യയിലെ മറ്റു മതസ്ഥരുടെ വിശ്വാസം നമ്മിലേക്കും പകർന്നു വന്നതാണ്. അശ്രദ്ധയിലെന്ന് അറബികളൊക്കെ ചിലപ്പോൾ ചോദിക്കും, നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരാണ് നിങ്ങളെ അതിനുള്ള ചോദിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കാത്തവരോട് എല്ലായിടത്തിലും ഉണ്ട്. പക്ഷേ അള്ളാഹ് പഠിപ്പിച്ചു തരുന്ന ഖുർആൻ അനുസരിച്ച് ഇപ്പൊ അള്ളാഹു ഉയരത്തിലാണ്. എല്ലാം നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തില് ഏറ്റവും ഉയരത്തിലാണ് അള്ളാഹ് ഉള്ളത്. നമ്മൾ കാണാറില്ലേ, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് നിരീക്ഷിക്കണമെങ്കിൽ ഒരു ഒബ്സർവേറ്ററി അവിടുത്തെ ഉയർന്ന സ്ഥലത്തായിരിക്കും, കുന്നിന്റെ മുകളായിരിക്കും അല്ലെ, ഉയർന്ന സ്ഥലത്തായിരിക്കും റഡാർ ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാം കാണാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, എല്ലാത്തിനെയും നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഫിൽ അർദി യഅലമു സിർറക്കും വജഹറക്കും, ഭൂമിയിലാണ് നിങ്ങളുള്ളത്, അവൻ ആകാശത്തിലാണ്. ഭൂമിയിൽ നിങ്ങളുടെ രഹസ്യ പരസ്യങ്ങൾ മുഴുവൻ അവൻ അറിയും. നേരത്തെ പറഞ്ഞില്ലേ, ആലിമാണല്ല, അലീമാണല്ല, എല്ലാത്തിനെയും സൂക്ഷ്മമായി അറിയുന്നവൻ, ഒന്നും വിട്ടുപോകാത്തവൻ. വയഅലമു മാ തക്സിബൂൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും അള്ളാഹുവിനറിയാം അല്ലേ. ചിലപ്പോ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ടാളായിട്ട് സംസാരിക്കുന്നുണ്ട്, മറ്റേ ആൾ അറിയാതെ ഇങ്ങനെ പറയില്ലേ, കണ്ണുകൊണ്ട് കാണിക്കട്ടെ, സാറില്ല കണ്ണു വീട് അറിയില്ല, അതുകൊണ്ടല്ല അതിനെപ്പറ്റി. ഇതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണിമ വിട്ടുന്നത് പോലും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചതുണ്ട്. നിങ്ങളോട് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇയാളെന്ന് പറയും, മറ്റേയാളെന്ന് പറയും. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവും കൃത്യമായി അറിയാത്തതൊന്നുമില്ല, നമ്മൾ വളരെ അടുപ്പത്തിലാണ്, ഞാനും ഭാര്യയും വളരെ അടുപ്പത്തിലാണ്, മറ്റുള്ളവരെ പോലെ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്ത് മനസ്സിലുണ്ടാവും അല്ലേ, ഒളിപ്പിച്ചു വെച്ചതുണ്ടാവും. ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ കാണുന്ന ആളിനോട് പോലും നമ്മൾ പറയാത്ത, ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു സിർറക്കും വമാ തുഖ്ഫി സുദൂർ. മറ്റൊരു സ്ഥലത്ത് അവർ സൂചിപ്പിച്ചു, ആലിമുൽ ഗൈബി വശഹാദ, അറിയാവുന്നത്, കാണാവുന്നത്, ഷഹാദ് എന്ന് പറഞ്ഞാൽ ദൃശ്യമാവുന്നത്, കാണാത്ത, നമുക്ക് കാണാൻ കഴിയാത്തത് പലതുമുണ്ട്, അതൊക്കെ കൃത്യമായി അറിയുന്നവരാണ് അല്ലാഹു. അങ്ങനെ വരുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, لا يعزب عنه مثقال ذرة في السماء والأرض ولا أصغر من ذلك ولا أكبر. ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ആറ്റമായിരുന്നു അല്ലേ നേരത്തെ. പക്ഷെ പിന്നീട് കണ്ടെത്തിയ ശാസ്ത്രം ആറ്റത്തിന്റെയും ചെറിയ ചെറിയ കണങ്ങളുണ്ട് അല്ലേ. അതാണ് ദർറത്ത്, ആറ്റം. പല അസ്ഗർ മിൻ ദാലിക്, ആറ്റത്തെക്കാൾ ചെറുതെന്തെങ്കിലും അതും കാണും, അറിയുമാവും. പല അക്ബർ, ഇനി വലുതുണ്ടെങ്കിൽ അതും എല്ലാം അവൻ അറിയും. ഇങ്ങനെ ആറ്റത്തിന് അത്ര ചെറുതായ വസ്തു പോലും, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാം കടുകുമണിയോളം ഉള്ളതെന്നൊക്കെ പറയൂല്ലേ, അത്രയുള്ളതാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം അത് കാണാത്തതല്ല, അവൻ അറിയാത്തതല്ല. വല അസ്ഗർ മിൻ ദാലിക്, അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അറിയുന്നതാണ് എന്നാണ്. ഈ ഒരു അറിവ്, ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാ സന്ദർഭത്തിലും കൈവിടാതെ സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ആ മഹാന്റെ മഹത്വം അറിഞ്ഞവനാണ്. ഇപ്പോ അള്ളാഹു ഈ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നമ്മളെല്ലാം ആയത്തുൽ കുർസി ചെല്ലാൻ വേണ്ടി ഓതാൻ സ്മരിക്കാൻ പറയുന്നുണ്ടല്ലോ. കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം, മറ്റു സന്ദർഭങ്ങളിലൊക്കെ ആയത്തുൽ കുർസി ഓതം പറഞ്ഞു. നമ്മളുടെ മനസ്സിനെ ഉണർത്തുകയാണ് വീണ്ടും വീണ്ടും ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹുവിന്റെ മഹത്വത്തെ. എത്ര പ്രാവശ്യം നമ്മൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ ഈ ആയത്തുൽ കുർസി തിരുതിരാ ഓതുന്ന ആളുകളൊക്കെ ആ ആയത്തുൽ കുർസിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണോ ആയത്തുൽ കുർസിയുടെയോടുള്ള സമീപനം എന്നത് സംശയമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകം നന്നായി പോകുമായിരുന്നു. അള്ളാഹിനെ ആരാധിക്കാൻ അർഹത അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് അർഹത എന്ത് എന്ന് സൂചിപ്പിക്കുകയും അത് അള്ളാഹ്ക്ക് മാത്രമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ് കേട്ടോ, ആ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാവണമെന്ന നിലക്ക് നിങ്ങൾ രാത്രി കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമസ്കാരത്തിന് ശേഷവും ഒക്കെ നിങ്ങൾ ഓതിക്കൂടി എന്ന് പറഞ്ഞു. ഇടക്കിടക്ക് നമ്മൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി, എന്റെ മുമ്പിൽ ഞാൻ അള്ളാഹിലൂടെ കടന്നു പോകുമ്പോൾ, അള്ളാഹിന്റെ മുമ്പിലൂടെ ജീവിച്ചു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ കാണാത്തോ അറിയാത്തതായിട്ടൊന്നുമില്ല എന്ന് ആ പറഞ്ഞ അത് എത്രമാത്രം മൈന്യൂട്ടായിട്ടാണ് അള്ളാഹ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യന ഇല്ല കേട്ടോ. നമുക്ക് ആരാധ്യന ഉണ്ടാവേണ്ട ഗുണം എന്താണ്? ക്വാളിറ്റി എന്താണ്? അവൻ സദാ ഉണർന്നിരിക്കുന്നവനായിരിക്കണം. ആരാധ്യൻ സദാ ഉണർന്നിരിക്കുന്നവനെ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു ശക്തിക്കേ കഴിയുള്ളൂ. എന്നാൽ ഇന്ന് ആരാധിക്കപ്പെടുന്നവർക്ക് ഒക്കെ എത്രമാത്രം ഉണർവുണ്ട് ആലോചിച്ച് നോക്കണം. അള്ളാഹ് പറഞ്ഞതിന് നേരെ ഇത് ഹയ്യാണ്, അതോടൊപ്പം ഖയ്യൂമാണ്. അൽ ഖയ്യൂം, ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെയും അവനാണ് നിയന്ത്രിക്കുന്നത്. അവന്റെ നിയന്ത്രണത്തിലാണ് മുഴുവൻ എല്ലാ വസ്തുക്കളും, സർവചരാചരങ്ങളും. എന്നിട്ട് ആദ്യത്തെ ഹയ്യിനെ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി, ലാ തഖുദുഹു സിനത്തും വലാ നൗം. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവാം അല്ലെ, ഒന്ന് മയങ്ങിപ്പോവാം അല്ലേ? പക്ഷെ അന്നേരം പറയുന്നത് നമുക്ക് കേൾക്കൂല. നമ്മളിപ്പോ സ്കൂളിൽ ഒരു അധ്യാപകന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ അത് ചിലപ്പോഴൊക്കെ കേൾക്കൂല. ഖുത്ബ കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോ. എന്താണ് അവിടെ നടന്നതെന്ന് അറിയില്ല, ആദ്യ അവസാനം എന്തുവാ അറബിയിലായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്ന സമയത്ത് നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. രാത്രിയിൽ നമ്മൾ കടന്നുറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തൊക്കെയോ നടക്കും ലോകത്ത്. എന്നാൽ അള്ളാഹു എല്ലാവരെയും കുറിച്ചും അറിയുന്നവനായിരിക്കണം. ആരാധ്യൻ എല്ലാവരെ കുറിച്ചും അറിയുന്നവനായിരിക്കണം. അതുകൊണ്ട് തന്നെ അവൻ ഹയ്യാവണം. ഹയ്യാണ്. സിനത്തും വലനവും. ഒരു ഗാഠനിദ്രയോ ഒരല്പനേരത്തേക്കുള്ള ഒരു മയക്കമോ അവന് ബാധിക്കുകയില്ല. ആ നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹ് സദാ നിരീക്ഷണത്തിൽ, അള്ളാഹിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു മഹാന്റെ മുമ്പിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മള് ആ ഒരു ബോധ്യത്തോടു കൂടി ആ ഒരു ആലുമത്ത് അള്ളാഹിനെ കണക്കാക്കിക്കൊണ്ട് നമ്മളുടെ നമസ്കാരം കടന്നു പോകുന്നത്. കാരണം ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് നിസ്കാരം നിലനിർത്തണം. എന്തിനാ? അള്ളാഹിനെ സ്മരിക്കാൻ. നിസ്കാരത്തിൽ എങ്ങനെയാ നമ്മള് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബോധ്യവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ കാട് കയറി പോവില്ല. നമ്മൾ കൈകെട്ടി നമ്മളേതോ ലോകത്തെത്തിയിട്ടുണ്ടാവും. ഇമാമിന്റെ വഴിക്ക് പോയി വലൈക്കും അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ പറയാണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോകും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ആയിപ്പോയി നിസ്കാരം എന്താ അങ്ങനെയാണ്. വേറെ ഒന്നുമല്ല, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത കുറവും ദുനിയാവിന്റെ ഒരുപാട് ചിന്തകളും അതൊക്കെ വെച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് പോകുന്നത്. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള മഹത്വം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതാണ് നാം അറിഞ്ഞില്ല ആ മഹാനെ എന്ന് പറയാൻ കാരണം. ആ മഹാനെ അറിയുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുമ്പോൾ, ആ ഒരു ശ്രദ്ധ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മഹാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞു അല്ലേ? വസബ്ബിഹ് ബിഹംദി റബ്ബിക്.
നിന്റെ രക്ഷിതാവിനെ സ്മരിക്കണം, തസ്ബീഹ് ചെല്ലണം. പലരും തസ്ബീഹ് ചെല്ലുന്നതാണ്. എന്ത് തസ്ബീഹ? ഞാൻ ആ പറയുന്ന ആ പദങ്ങൾ, ഞാൻ ആ ഉച്ചരിക്കുന്ന ആ വാക്കുകൾ, അത് അല്ലാഹനെ, ആ മഹാനെ മഹത്വം അറിഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തുന്ന രൂപത്തിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യണം. പണി തീർത്ത് പോകുന്ന മാതിരിയല്ലേ അത്? അവിടെയാണ് ആ മഹാനെ നാം അറിയുക എന്നതിലേക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ പറയുന്ന, നമ്മൾ വായിച്ചു പോകുന്ന പദങ്ങൾ, നമ്മൾ അല്ലാഹനെ കുറിച്ച് കേട്ടുപോകുന്ന ആയത്തുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ആ മഹത്വം കണക്കാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത് എങ്കിൽ, അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചിരിക്കുന്നു. അതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നിരീക്ഷണ സ്ഥലത്താന്ന് പറഞ്ഞല്ലോ. ഒരു CCTV ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് നാമെങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയിലായിരിക്കും. അവിടെ ഒന്നും പാടില്ലാത്തത് ഒന്നും അവിടെ നടക്കില്ല. അല്ലെങ്കിൽ അത് മറച്ചു വെക്കും. എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ CCTV ആദ്യം നശിപ്പിച്ചിട്ടായിരിക്കും അല്ല പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും, അല്ലേ? ഇതാണ്ടാവുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവേഷനിൽ നിന്നൊന്നും വിട്ടുപോകില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ കേട്ടില്ല, നമ്മൾ ഇനിയിപ്പോ ചെറിയ ഒരു സാമൂഹിക, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിലേക്കൂടെ ഉള്ളത് എടുത്തു നോക്കും. നമ്മുടെ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് എടുത്തു നോക്കും. തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുകയല്ലേ? CCTV ഉണ്ടാവാം, വേറെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാം, അതുപോലെ തന്നെ വേറെ റെക്കോർഡുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മായ്ക്കപ്പെടുകയാണ് തെളിവുകൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തെളിവുകളൊന്നും മായ്ക്കപ്പെടുകയില്ല. നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങൾ, നമ്മുടെയൊക്കെ ചെയ്തതിന്റെ ഐഡി നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രഭാഷ്യം കേട്ടതാ. കൃത്യമായ തെളിവ് രേഖപ്പെടും. പടച്ചോനെ മാലി ഹാദിൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. നിരീക്ഷിച്ച് രേഖപ്പെടുത്താനുള്ള മലക്കുകളെയും ഏർപ്പെടുത്തി. ക്ലാസ് കണ്ടിന്യൂ ആണ്, ഞാൻ അവസാനിപ്പിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം. അത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും, അല്ലേ? നമ്മുടെ സ്വന്തത്തില്, നമ്മുടെ വീടുകളില്, നമ്മൾ പെരുമാറുന്ന എല്ലായിടങ്ങളിലും ആ ഒരു ബോധ്യം ഇല്ലാതെ പോയി എന്നത് വളരെ നിർഭാഗ്യകരമാണ്. നമുക്കറിയാം, ഇസ്ലാമിനെ പറ്റി പഠിച്ചു വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ വളരെ നല്ല യഖീനോട് കൂടി നീങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇസ്ലാമിന്റെ പേരുള്ള ആളുകളെ എല്ലാവിധ മോശധർമ്മങ്ങളിൽ കാണുന്നൊരവസ്ഥ, നികൃഷ്ടമായ കാര്യങ്ങളിലൊക്കെ. കഴിഞ്ഞ 2 ദിവസം 3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് മദ്രസാധ്യാപകരും ഇങ്ങനെ പീഡനത്തിന്റെ പിന്നിൽ മദ്രസാധ്യാപകർ പിടിക്കപ്പെടും, അല്ലേ? അതുപോലെ എന്തെല്ലാം കാര്യങ്ങളില് എത്ര കുട്ടികളെയാണ് അവരുടെ ചാരിത്രങ്ങൾ നഷ്ടപ്പെടുത്തപ്പെടുന്നത്, എത്ര പേരാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നോക്കുമ്പോ എത്ര കളവ് കേസുകളാണ് നടക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. നമ്മളിവിടെ CCTV സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പോലീസിന്റെ സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ അള്ളാന്റെ സിസ്റ്റം ഇങ്ങനെ അല്ല കേട്ടോ. പോരായ്മയില്ലാത്ത, കുറ്റമറ്റ സിസ്റ്റമാണ് അള്ളാഹുവിൻ്റെത്. അള്ളാന്റെ നിരീക്ഷണത്തിലാണ് നാം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുന്നത്, ഇതുണ്ടാവാൻ വേണ്ടി, ഇങ്ങനെ ഒരു നല്ല ലോകം ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അത് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ നടത്തം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. അങ്ങനെ വന്നാൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, സമൂഹം നന്നായി. അങ്ങനെ ഒരു സമാധാനത്തിന്റെ ഒരു വേൾഡാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹലോകത്തെ പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകന്മാർ അതാണ് കാണിച്ചു തന്നത്. പക്ഷേ അതിന്റെ അനുയായികളൊക്കെ അതിനെയൊക്കെ വിട്ടൊഴിവാക്കി പോയിട്ട് പേരിൽ ഖുർആനും ദീനിന്റെ പേരും അവിടെ അവശേഷിക്കുകയും ഖുർആന്റെ വരികളിൽ, ലിപികൾ, അതാണല്ലോ ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു എന്നല്ലേ, പേരിലും അതുപോലെ തന്നെ ലിപിയിലും അത് അങ്ങനെ അവിടെ ബാക്കിയാവുകയും
ജീവിതത്തില് സമൂഹത്തിൽ അത് കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പോ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകുന്നോ അപ്പോഴാണ് നമ്മുടെ സമൂഹം ഉണ്ടാവുക. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ എല്ലാം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉപാധി, ഒരു സാങ്കേതിക വിദ്യ നമ്മുടെയൊക്കെ കയ്യിലുണ്ട്, നമ്മുടെ മക്കളുടെ കയ്യിലുണ്ട്, എല്ലായിടത്തിലുണ്ട്. ഇന്റർനെറ്റ്, എന്തും കിട്ടും, എല്ലാം കിട്ടും, അല്ലേ? നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു ചിത്രം കാണണമെങ്കിൽ ഒരു സിനിമ എന്നത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ബെഡ്റൂമുകളിൽ നിന്ന് സ്വകാര്യതയിൽ ആരും കാണാതെ ഈ ഹറാം എന്ന ഫത്വ നൽകിയവർ പോലും ഒരു പക്ഷേ ഇത് ദർശിക്കുന്നുണ്ടായിരിക്കും. ആലോചിച്ച് നോക്കണം, എവിടെ എത്തിക്കാൻ. അന്നൊരു പക്ഷേ കാണുന്നത് ഒരു ചിത്രമായിരിക്കാം. ഡ്രസ്സൊക്കെ ധരിച്ച ഒരു സ്ത്രീ അഭിനയിച്ച ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ സിനിമ ഹറാമാണ്, അതന്നെ ഒന്നുമില്ലെങ്കിലും ആ മാധ്യമം ഹറാമാണ്. ഇന്ന് എല്ലാം ഒഴിവായ നഗ്നത കണ്ടാൽ പിടിക്കപ്പെടുന്നത്, അങ്ങനെ കേസുകൾ പിടിക്കപ്പെടാത്ത എത്രയോ ഉണ്ട്. അത് വിറ്റഴിക്കപ്പെടുന്നു, അതിന്റെ കച്ചവടങ്ങളാണ്, അതിലൂടെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. മയക്കുമരുന്നിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലേ? വെറുക്കപ്പെട്ട കാര്യം, സമൂഹത്തിന്റെ ബുദ്ധിയെ മായ്ച്ചു കളയുന്ന മുഹമ്മറാത്ത്, കള്ള്, ലഹരി ഉള്ള വസ്തുക്കളെ വിലക്കിയല്ല, ബുദ്ധിക്ക് അത് തകരാറ് വരുത്തുന്നു. അതെല്ലാം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തി. എന്തുകൊണ്ട്? ഇസ്ലാമിനെ കുറിച്ച് ബോധ്യമില്ലാത്തവൻ, ഖുർആന്റെ അനുയായി അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. ഖുർആന്റെ അനുയായികളായി നടക്കുന്ന ആളുകളുടെ ആ സമൂഹത്തിൽ ഇത് വ്യാപകമാകുമ്പോൾ ഖുർആനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? ആ ഒരു നിലക്കാണ് ഈ ധാർമ്മികതയെ കുറിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് തെറ്റിനെയും കണ്ടുപിടിക്കാനും ഒന്നും ഒളിപ്പിച്ചു വെക്കാനും പറ്റാത്ത രൂപത്തിൽ സംവിധാനങ്ങൾ ഇവിടെ വെച്ചിട്ട് പോലും അതിന്റെ തെളിവുകളെ മറിച്ചു മാറ്റി ഇല്ലായ്മ ചെയ്ത് നമുക്ക് അസത്യത്തെ സ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുകയാണ്, സമൂഹം എത്തുകയാണ്. എല്ലാത്തിനെയും കബളിപ്പിക്കാനുള്ള ഒരു ത്വരയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്നത്, സമൂഹത്തിന്റെ മനസ്സിലുണ്ടാവുന്നത്. നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്ന തലമുറയിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ അടിക്കടി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എത്തിച്ചു കൊടുക്കുക എന്നതും വീണ്ടും വീണ്ടും അത് സ്മരിക്കുക എന്നതും അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതുമാണ് നമ്മുടെ ധർമ്മം. ആ നിലക്ക് അള്ളാഹുവിനെ വിശ്വസിച്ച്, ആ നിലക്ക് ആയത്തുൽ കുർസി ഉരുവിട്ട്, ആ നിലക്ക് നമസ്കാരങ്ങൾ നിർവഹിച്ച് തസ്ബീഹും മറ്റുമായി നീങ്ങുകയാണെങ്കിൽ നമുക്ക് പിശാചിനെ പ്രതിരോധിക്കാൻ സാധിക്കും, അല്ലേ? എത്ര തന്നെ വൾഗറായിട്ട് മോശമായത് ചെയ്യാനും പിശാച് തുനിഞ്ഞൊരുങ്ങുമ്പോഴും അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയില്ല. അപ്പൊ അതിന് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കൃത്യമായി ഓർക്കുകയും അത് അനുഭവിച്ചു പോകുമ്പോൾ നന്ദികേടാവുകയും ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാന് ഒരു നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ എന്ന് ചോദിച്ചില്ലേ? നമ്മളിപ്പോ ചെറിയൊരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത കുട്ടിയോട് നമ്മൾ പറയും താങ്ക് യു പറയും, മോനെ അങ്കിളിന് താങ്ക് യു പറയും, അല്ലെങ്കിൽ ടീച്ചർക്ക് താങ്ക് യു പറയും, നമ്മൾ പറയും, അല്ലേ? അത് പറയുന്ന ഒരു ഭാവം എങ്ങനെയാ? ഒരു ഭവ്യത, അല്ലെ? ചെയ്തെന്നൊരു സന്തോഷം മനസ്സിലുണ്ട്, അല്ലെ? സന്തോഷമുണ്ട്, റെസ്പെക്റ്റോട് കൂടിയാണ്, ആദരവോടുകൂടിയാണ് അത് പറയുന്നത്. എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ. നേരെ മറിച്ച് ആ ഒരു താങ്ക് യു പറയുന്നതിലുള്ള ആ മനസ്ഥിതിയും ആ സമീപനവും താങ്ക് യു ആയി അല്ലെങ്കിൽ ശുക്രായി നമ്മൾ അള്ളാഹുവിനോട് അർപ്പിക്കുന്ന നമസ്കാരത്തിലുള്ള അലസതയും നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് താരതമ്യപ്പെടുത്തിയോ? മഹത്വം കാണുന്നില്ല, അല്ലെ? മഹത്വത്തിന് കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന് അവിടെ നമുക്ക് മനസ്സിലാവും, ബോധ്യമാവും. പലരും നമസ്കരിക്കുന്ന കണ്ടാലൊക്കെ തോന്നിപ്പോകും ഇതെന്തൊരു നമസ്കാരം, പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു പോകുന്ന അവസ്ഥ. നമസ്കാരം എന്താ? അള്ളാഹ് എന്താ പഠിപ്പിച്ചത്? അള്ളാഹിനെ സ്മരിക്കാൻ കഴിയണം. അതിങ്ങനെ വരുന്ന
അതിന്റെ ഒരു ലക്ഷ്യം പൂർത്തിയായ നമസ്കാരമാണെങ്കിൽ ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, സമൂഹത്തിൽ നിന്ന് ഫഹ്ശാവും മുൻകറും മോശമായതും നിഷിദ്ധമായതും ഒക്കെ തുടച്ചു മാറ്റാൻ ഉതകുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അവിടെയാണ് അതിന്റെ ആ പൊരുള് നഷ്ടപ്പെടുന്ന, ആത്മാവ് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് നമസ്കരിക്കുന്നവൻ കളവ് പറയുന്നവനായി തീരുന്നത്, നമസ്കരിക്കുന്നവൻ കള്ളസാക്ഷ്യം വഹിക്കുന്നവനായി തീരുന്നത്, നമസ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കാത്തവനായി തീരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരം ആളുകളിൽ പെടാതെ സൂക്ഷ്മതയോടെ ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ ജീവിതത്തിന്റെ കൽബിനെ ഹയ്യാക്കുന്ന രൂപത്തിൽ ഓരോരോ മഹത്വവും, അള്ളാഹുവിനുള്ള ഓരോ മഹത്വവും, ഓരോ അസ്മാഉൽ ഹുസ്നയും ആ നിലക്ക് പഠിച്ച് വിലയിരുത്തി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, അനുഷ്ഠാനങ്ങളിൽ അത് വരുത്തുന്ന, പ്രാവർത്തികമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നമ്മെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. ഈമാനോട് മരിച്ച് പ്രവാചകന്റെ അടുത്തൊരു ഇടം നേടുന്ന സത്യവിശ്വാസികളിൽ നാം ചേർക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കഷ്ടപ്പെടുന്ന, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെയായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും നീക്കി സമാധാനം നൽകുമാറാവട്ടെ. മൊത്തം മുസ്ലിം ഉമ്മത്തിന് തന്നെ സമാധാനം നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا الذي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الممات راحة لنا من كل شر. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك واجعل حبك أحب إلينا من كل شيء يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.